നിങ്ങൾ ലോകത്തിലെവിടെങ്കിലും കണ്ടിട്ടുണ്ടോ വണ്ടി ഈ രീതിയിൽ പാർക്ക് ചെയ്യുന്നത്? പട്ടി മുള്ളാൻ നിൽക്കുന്ന പോലെ. 1000 കോടി രൂപ മുടക്കി പണിത റോഡാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പട്ടി മുള്ളാൻ നിൽക്കുന്ന കണക്കാണ് ഈ റോഡിൽ വണ്ടി നിൽക്കുന്നത്. നിങ്ങൾ കണ്ടോ? ഇതുപോലെ വിചിത്രമായ ഒരു റോഡ് നിങ്ങൾ ലോകത്തിൽ ഒരിടത്തും കണ്ടു കാണത്തില്ല. ചങ്ങനാശ്ശേരി ആലപ്പുഴ AC റോഡാണ് ഈ കാണുന്നത്. ഇവിടെ എവിടെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിലും പട്ടി മുള്ളാൻ നിൽക്കുന്ന പോലെ വണ്ടി നിർത്തണം. എന്തൊരു വിചിത്രമായ റോഡ് വർക്കാന്ന് നോക്കണം. ഊരാളിങ്കൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വലിയ പ്രസിദ്ധമായ കൺസ്ട്രക്ഷൻകാർ പണിത് വെച്ചിട്ട് പോയ ഒരു റോഡാണിത്. 650 കോടി രൂപ പറഞ്ഞ് 2 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വർഷം ഏതാണ്ട് 6 വർഷത്തോളം ആകാൻ പോകുന്നു. പണി പൂർത്തീകരിച്ചിട്ടുമില്ല. ഇതുപോലെ ഉള്ള രീതിയിൽ ഈ റോഡ് ഇവർ പണിത് വെച്ചിരിക്കുന്നത്. ഇവിടെ ശരിക്കും പണിയേണ്ടി ഇരുന്നത് ആകാശപാതയാണ്. 26 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. 26 കിലോമീറ്ററിൽ ആകാശപാത പണിതിരുന്നെങ്കിൽ ഈ കുട്ടനാട് കണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്ന ജനങ്ങൾക്കും ഒരു വലിയ മഹാസംഭവം തന്നെ ആയേനെ. ഈ റോഡ് വേൾഡിൽ തന്നെ അറിയപ്പെട്ട ഒരു റോഡായി മാറിയേനെ. എന്താണെന്ന് വെച്ചാൽ കുട്ടനാട് മൊത്തം കണ്ട് മനോഹരമായ രീതിയിൽ യാത്ര ചെയ്യാവുന്ന ഈ റോഡിനെയാണ് ഇവർ 1000 കോടി രൂപ നശിപ്പിച്ച് ഇത് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത രീതിയിലാക്കി തീർത്തിരിക്കുന്നു. ഇതിനോട് ചേർന്ന് ഈ പുത്തൻ കനാൽ നോക്കിക്കേ, എന്ത് രസമാണ് ഇത് ഈ റോഡിനോട് ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവരിപ്പോൾ ഇവിടെ നിന്ന് ഊരിപ്പോകാൻ വേണ്ടി പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു റോഡ് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ പിന്നെ ഈ റോഡ് നിങ്ങൾ അങ്ങനല്ലേ ചേട്ടാ? നിങ്ങളുടെ കയ്യിലൊക്കെ പറഞ്ഞ അങ്ങനല്ലേ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് വലിയ വിഷയമല്ല. എന്ന് വെച്ചാൽ ഈ റോഡ് 1000 കോടി രൂപ കളഞ്ഞു, അതങ്ങ് പൊക്കോട്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഊരിപ്പോകാനുള്ള പദ്ധതിക്കാണ് ഇവർ നാട്ടുകാരൊക്കെ മൊത്തം പറഞ്ഞിരിക്കുന്നത്. ഈ റോഡ് വലിയ ഇതൊന്നും നോക്കണ്ട, ഉടനെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ റോഡ് വരുവാന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വരുന്നത് വലിയ 4 വരി ഭയങ്കര റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പണിതത് ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾക്ക് വേണ്ടി, ഊരാളിങ്കൽ കൺസ്ട്രക്ഷന് വേണ്ടി 1000 കോടി രൂപയ്ക്ക് വേണ്ടി ചുമ്മാ നമ്മുടെ കേരള സർക്കാർ കൊടുത്തെന്നുള്ള രീതിയിൽ അവരുടെ സംസാരം. നല്ല 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 പരിപാടികൾ ഇവന്മാർ. അതുകൊണ്ട് ഇപ്പോൾ ചങ്ങനാശ്ശേരി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഏറ്റെടുത്തിരിക്കുക. ഇനി അത് ഏത് രീതിയിൽ കുളവാക്കുക? ഇവർ തന്നെയാണ് ചങ്ങനാശ്ശേരി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ മേപ്പാലം അതും ഊരാളിങ്കൽ കൺസ്ട്രക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവർ കംപ്ലീറ്റും ചങ്ങനാശ്ശേരി തൂത്തുവാരി നശിപ്പിച്ച് തൂറി നാറ്റി ഇവിടെ നിന്ന് പോകത്തുള്ളൂ. എന്നാ കൺസ്ട്രക്ഷനൊക്കെയാണ്. നിങ്ങൾ തന്നെ പറയാതെ ഈ 2 സാമാനം എന്തിനാണ് ഈ അപ്പുറത്തും ഇപ്പുറത്തും ഈ പണിതിട്ടിരിക്കുന്നത്? എന്തിനാണ് പണിതിരിക്കുന്നത്? സാധാരണ റോഡിന് വീതിക്ക് വേണ്ടി പുതിയ റോഡുണ്ടാക്കുക, വീതി ഉണ്ടാക്കും. ഇതെന്താ ചെയ്തത്? ഇതും അപ്പുറത്തും വേണ്ടി പണിതിട്ടിരിക്കുന്നത് എന്തിനാണ്? ഇവിടെ ചങ്ങനാശ്ശേരിക്ക് ആലപ്പുഴക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനാണോ? ഇത് എന്ത് കൺസ്ട്രക്ഷനാണ്? ഇത് ഏത് പൊട്ടനാണ് ഈ സ്കെച്ച് ഇട്ടെന്നുള്ളതാണ്. ഇതുപോലെയൊക്കെ ആരെങ്കിലും റോഡ് പണിയുമോ? ഇവിടുത്തെ നാട്ടുകാർക്ക് പലർക്കും ചോദിച്ചു, പക്ഷേ അവർക്ക് വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരെല്ലാം തെറിയാണ് വിളിക്കുന്നത്, പൂരാ തെറിയാണ് വിളിക്കുന്നത്. കൂടുതൽ പ്രതിഷേധമായിട്ട് ചെന്നിട്ടുള്ളവരെല്ലാം പോക്കറ്റിൽ പൈസ മുടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അനുഭവിക്കുകയല്ല, എന്നാ ചെയ്യാനാണ്? കുട്ടനാട്ടുകാർ ഇതുപോലെ പൈപ്പ് ലൈൻ പറഞ്ഞാണ് ഇവിടെ ഒരു കുടുംബം MLA ആയിക്കൊണ്ടിരിക്കുന്നത്. പൈപ്പിൻ്റെ പേരും പറഞ്ഞ് നീ കുടിവെള്ളം തരാമെന്നും പറഞ്ഞുകൊണ്ടാണ്. സമയമാകുമ്പം അവർ പറയുന്നത് എല്ലാവരും ഞങ്ങൾ പൈസ കൊടുത്തു അല്ലേ? കുടിവെള്ളം ഇങ്ങനല്ലേ നിങ്ങളുടെ? കുടിവെള്ളവും പൈസ കൊടുക്കുക, വോട്ട് ചെയ്യിക്കുക, ലാസ്റ്റ് കുടിവെള്ളവും ഇല്ല, പറിവെള്ളവും ഇല്ല, കുളിക്കാനും വെള്ളമില്ല, കുടിക്കാനും വെള്ളമില്ല, ചുറ്റിനും വെള്ളമാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ ചൊറിയുകയും ചെയ്യും അല്ലേ? ഇത് തോട്ടിലിറങ്ങി കുളിച്ചാൽ ചൊറിയും. വേസ്റ്റ് കളന്ന് ഇതിൻ്റെ അകത്തോട്ടാ. അപ്പോൾ MLA ഒക്കെ ചോദിച്ചാൽ MLA പറയുന്നത് ഞാൻ പൈസ കൊടുത്തിട്ടാണ് വോട്ട് മേടിച്ചത്, ഞാൻ പിന്നെ എന്തിനാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത്? എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ കൊടുക്കും, ഞാൻ ജയിക്കും. എൻ്റെ കുട്ടനാട്ടുകാരെ, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നാട് നന്നാണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞ് വോട്ട് ചെയ്യുക.
അറിവും ലോകപരിചയവും ഇതിനെപ്പറ്റി കുട്ടനാടിനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഇതുപോലെ മനോഹരമായ ഒരു ദേശം വേറെയില്ല. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കേരളത്തിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിനെപ്പറ്റി നല്ലവണ്ണം അറിയാവുന്ന ഒരാളെ നിങ്ങൾ ജയിപ്പിച്ച് വിടുക. അതേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. ഓക്കേ.